ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ബബ്ബ ചിത്രത്തിൻ്റെ യാതൊരു അപ്ഡേറ്റുകളും പുറത്തു വരുന്നില്ലല്ലോ. ഇതൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, പുതിയ അപ്ഡേറ്റുകൾ ഇതാ തിങ്കളാഴ്ച മുതൽ അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. സിനിമയുടെ സെൻസറിങ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഇവിടെ സെൻസറിങ് നടക്കാൻ പോകുന്നത് തിങ്കളാഴ്ചയാണ് എന്നുള്ളതാണ്. അഡ്വാൻസ് ബുക്കിംഗ് തിങ്കളാഴ്ച തന്നെ തുടങ്ങും എന്നുള്ളതാണ്. ഉച്ചയോടുകൂടി ഉണ്ടാകും. തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെയോടുകൂടി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിനിടയിൽ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മോഹൻലാലിൻ്റെ എക്സ്ട്രാ അതൊരു ക്യാമിയോ റോൾ തന്നെയാണ്. ഏകദേശം വലിയ നീളൻ ഒരു റോള് എന്ന് തന്നെ പറയാം. ഒരുപക്ഷേ ഭൂരിഭാഗവും കൈയടക്കിയിരിക്കുന്നത് മോഹൻലാൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ. അതായത് സിനിമയുടെ ലെങ്ത് അല്ല, ഇത് ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറെയും കയ്യടി മേടിക്കാൻ പോകുന്നത് മോഹൻലാൽ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ദിലീപ് ഏറെ നാളിന് ശേഷം ഒരു വമ്പൻ വിജയ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണേലും ആ ഒരു സിനിമയുടെ മറ്റൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരിക്കുന്നു. വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എപ്പോൾ തുടങ്ങും, അതിൻ്റെ ലൈസൻസിനെയൊക്കെ കുറിച്ചുള്ളത്. എന്താണെങ്കിലും രാവിലെ 8 മണി മുതലായിരിക്കും കേരളത്തിൽ അതിൻ്റെ ആദ്യ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നോടിയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ലൈസൻസ് ലഭിച്ചിരിക്കുന്നത് 8 മണിക്കാണ്. UAE-യിൽ 6:30 എന്നുള്ളതാണ്. രാവിലെ 6:30 ആണ്. വമ്പൻ റിലീസ് തന്നെയാണ് GCC രാജ്യങ്ങളിൽ ഒരുക്കുന്നത്, വിദേശ രാജ്യങ്ങളിൽ ഒരുക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി, ജർമ്മനിയിൽ 11:30 ഒരു ഷോ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഒരു പ്രീ റിലീസ് അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് തന്നെ വരാനുണ്ട് എന്നുള്ളതാണ്. അത് എത്രത്തോളം നടക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഉറപ്പുകൾ വന്നിട്ടില്ല. എന്താണേലും എല്ലാം കൊണ്ടും തിങ്കളാഴ്ച തൊട്ട് ഗംഭീരമായിട്ടുള്ള, അതായത് 15-ാം തീയതി മുതൽ ആളിപ്പടരുന്ന ലെവലിലുള്ള പ്രൊമോഷൻസ് ആയിരിക്കും സിനിമയ്ക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഗോകുലം ഗോപാലൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് പീക്ക് ലെവലായിരിക്കും. കേരളത്തിലെ 400, 450, 500 തിയേറ്ററുകൾ വരെ അല്ലെങ്കിൽ സ്ക്രീനുകൾ വരെ ഈ സിനിമ കൊണ്ടുപോകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ ഈ ഒരു ക്രിസ്തുമസിന് എങ്ങനെയാണ് കാര്യങ്ങൾ? ദിലീപ് ചിത്രമായിരിക്കുമോ, നിവിൻ പോളി ചിത്രമായിരിക്കുമോ, അതോ കളങ്കാവൽ മമ്മൂട്ടി ചിത്രമായിരിക്കുമോ നമ്പർ 1 ആകുക? കാത്തിരിക്കാം.